പ്രിയപ്പെട്ടവരെ, നൂറുദ്ദീൻ വയനാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നല്ല വരുമാനമുള്ള ഒരു 7 ഏക്കർ സ്ഥലം. ഇത് നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗം. റോഡ് കണ്ടില്ലേ, നല്ല വീതിയുള്ള റോഡാണ്. വലിയ വാഹനങ്ങളൊക്കെ നമ്മുടെ ഈ സൈറ്റിലേക്ക് എത്തും. ലോറി പോലത്തെ എല്ലാ വാഹനങ്ങളും സുഖമായിട്ട് നമ്മുടെ ഈ സ്ഥലത്തേക്ക് എത്തും. 7 ഏക്കർ സ്ഥലത്തേക്ക് എത്തും. ഈ റോഡ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഏകദേശം പകുതിയിലേറെ ഭാഗത്ത് വരെ ഈ റോഡ് ഉണ്ട്. അവിടെ നമുക്ക് കോഴി ഫാം ഒക്കെ ഉണ്ട്. അതിലേക്കാണ് ഈ റോഡൊക്കെ ഇട്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥലത്തിന്റെ സെന്ററിലൂടെയാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നത്. 2 സൈഡിലും നമ്മുടെ പ്രോപ്പർട്ടിയാണ് വരുന്നത്. ഇത് നല്ല വരുമാനമുള്ള ഒരു തോട്ടാണ് കേട്ടോ. ഇതിൽ റബ്ബർ വെച്ചിട്ടുണ്ട്. ഈ റബ്ബറിന്റെ ഇടയിൽ നല്ല കവുങ്ങ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കാപ്പി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം പോലും വേസ്റ്റ് ആക്കാത്ത നല്ല തിക്നെസ് ഒരു തോട്ടാണ്. കാപ്പിയെ കണ്ടില്ലേ, നല്ല സൂപ്പർ കാപ്പിയാണ്. നല്ല കരുത്തുള്ള തൈകളാണ് എല്ലാം. ഇത് നല്ല രീതിയിൽ വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം വൃത്തിയിലാണ് ഈ സ്ഥലം കൊണ്ടു നടക്കുന്നത് എന്നുള്ളത്. ഇതിന്റെ സമയാസമയങ്ങളിൽ വളങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു തോട്ടാണിത്. നല്ലൊരു കർഷകന്റെ ഒരു സ്ഥലമാണിത്. എല്ലാം തൈകളാണ് കേട്ടോ ഇത്. ഇതിൽ കാപ്പിയാണെങ്കിലും റബ്ബറാണെങ്കിലും കവുങ്ങാണെങ്കിലും ഒക്കെ എല്ലാ തൈകളും പുതിയ വിളവെടുപ്പായിട്ടുള്ളൂ. കവുങ്ങൊക്കെ 2-ാം കൊല്ലം ആകുന്നുള്ളൂ. നമ്മുടെ ഈ 7 ഏക്കർ സ്ഥലം ഒരു ഭാഗം പോലും വെറുതെ വിട്ടിട്ടില്ല കേട്ടോ. എല്ലാ ഭാഗവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്ത് ഒരു 10-13,000 കോഴിക്കുള്ള ഫാം ഉണ്ട്. അതുപോലെ കുറച്ചു ഭാഗത്ത് വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ചു ഭാഗത്ത് പട്ടുനൂൽ പുഴുവിന്റെ കൃഷിയൊക്കെ ഉണ്ട്. അതിന്റെ തീറ്റ മൽബറി കൃഷിയൊക്കെയാണ് ഒരു ഭാഗത്തുള്ളത്. അങ്ങനെ 7 ഏക്കർ ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥലം ഫുള്ള് നിരപ്പായ സ്ഥലമാണ്. പേപ്പറൊക്കെ പക്ക ക്ലിയർ ഉള്ള നല്ല കരഭൂമിയാണിത്. ഇവിടെ കണ്ടില്ലേ, കാപ്പി കണ്ടില്ലേ, നല്ല കാപ്പിയാണ്. ഇതൊന്നും ഇങ്ങനെ കാണിക്കാതെ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. നല്ല കാപ്പിയാണ് ഇതിലുള്ളത്. നമ്മൾ ഏകദേശം നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഒരു സെന്റർ ഭാഗത്താണ് ഇപ്പൊ ഉള്ളത്. ഇവിടെയാണ് നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫാം ഒക്കെ വരുന്നത്. ഇവിടെ വെള്ളത്തിന്റെ ടാങ്കൊക്കെ കണ്ടില്ലേ, ഇത് ഫാമിലേക്ക് ആവശ്യമുള്ള വെള്ളത്തിന്റെ ടാങ്കുകളൊക്കെയാണ്. ഇപ്പോൾ നിലവിലെ വെള്ളത്തിന് ബോർവെല്ലാണുള്ളത്. ഇഷ്ടംപോലെ വെള്ളമുള്ള ബോർവെല്ലാണ്. ഈ നമുക്ക് കുളം വേണമെങ്കിൽ കുളം കുഴിക്കാനും അതുപോലെ കിണർ കുഴിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. വയലിനോട് ചേർന്നായതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യത്തിന് നല്ല സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലാണ്, പനമരം പഞ്ചായത്തിലാണ്. പ്രശ്നങ്ങളില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫോറസ്റ്റ് ഇല്ല, വന്യമൃഗശല്യങ്ങളില്ല, അതുപോലെ കുന്നുകളും മലകളൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്. ഇത് നമുക്ക് റിസോർട്ട് പണിയാനും ഹോം സ്റ്റേ വില്ലകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. ഒരു ഫാം ടൂറിസത്തിന് പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇത് ടോട്ടല് 7 ഏക്കർ സ്ഥലത്തിനാണ് പേപ്പർ ഉള്ളത്. പേപ്പർ ഇല്ലാത്ത കുറച്ച് ഭൂമി ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ഒരു 1/2 ഏക്കർ സ്ഥലത്തിന് മുകളിലായിട്ട് പേപ്പർ ഇല്ലാത്ത ഭൂമി ഇതിനോട് ചേർന്നുണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു അതിരുഭാഗമാണ്. ഈ അതിരിൽ കണ്ടില്ല, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന വയലാണ്. അപ്പോൾ വയലിനോട് ചേർന്നാണ് നമ്മുടെ ഒരു അതിര് കിടക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ കിണറും കുളമൊക്കെ ഒഴിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. വേനൽ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ തോട്ടം നനച്ച് നല്ല രീതിയിൽ പരിപാലിക്കാനൊക്കെ പറ്റും. അതുപോലെ നമ്മുടെ ഈ സ്ഥലത്ത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാഴകൃഷിയും അതുപോലെ കോഴി ഫാം, മൽബറി കൃഷി, പട്ടുനൂൽ പുഴുവിന്റെ ഷെഡും എല്ലാം ഈ ഭാഗത്താണുള്ളത്. നല്ല താമസയോഗ്യമായ ഒരു വീടും നമ്മുടെ ഈ സ്ഥലത്തുണ്ട്. നമ്മൾ ആ തുടക്കത്തിൽ കണ്ട റോഡ് ഏകദേശം ഇവിടെ വരെ എത്തുന്നുണ്ട്. ഈ ഷെഡിന്റെ ഈ ഭാഗം വരെ ആ റോഡ് എത്തുന്നുണ്ട്. നമ്മുടെ ഈ കോഴി ഫാമിന്റെ ഷെഡുകളൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷെഡിന്റെ ഒക്കെ വർക്കുകൾ നല്ല രീതിയിലാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല തിക്നെസ് പൈപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഈ ഷെഡിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. വലിയ ഷെഡുകളാണ് കേട്ടോ. 3 ഷെഡുകൾ ഉള്ളത്. ഇതിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗം കാണണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. അത്രയ്ക്ക് നീളം വീതിയൊക്കെയുള്ള ഷെഡുകളാണ്. ടോട്ടല് 13,000 കോഴിക്കുള്ള ഷെഡുകളാണിത്. സൈഡിലൊക്കെ കണ്ടില്ലേ, കോഴിത്തീറ്റൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഉള്ളിലെ വർക്കൊക്കെ കണ്ടില്ലേ, എല്ലാം നല്ല ഹെവി ആയിട്ടാണ് പണിതിരിക്കുന്നത്. ഇത് ചെറിയ പുതിയ കുഞ്ഞുങ്ങൾ ഇട്ടതാണ് കേട്ടോ. ഫുള്ളായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ഫാമിന്റെ ബാക്ക് വശത്താണുള്ളത്. ഈ ബാക്ക് വശത്ത് ഇതാ ഫുള്ളായിട്ട് ഇതുപോലെ മൽബറി കൃഷിയും
അതുപോലെ ഈ പട്ടുനൂൽ പുഴുവിന്റെ ഷെഡും ഒക്കെയാണുള്ളത്. നമ്മുടെ ഈ 7 ഏക്കർ സ്ഥലത്തിനോട് ചേർന്ന് ഒരു 2 ഏക്കർ സ്ഥലം കൂടി നമുക്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ആ 2 ഏക്കറും കൂടി എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു 9 ഏക്കർ സ്ഥലം വേണമെങ്കിൽ സ്വന്താക്കാം. ഇത്രയ്ക്കും വരുമാനമുള്ള ഈ സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് സെന്റിന് 40,000 രൂപ വെച്ചിട്ടാണ്. നല്ല ചാൻസ് തന്നെയാണ്. കാരണം അത്രയ്ക്കും വരുമാനമാണ്. മാസത്തിലാണെങ്കിലും വർഷത്തിലാണെങ്കിലും ഒക്കെ നല്ല വരുമാനം തന്നെയാണ്. ഈ 7 ഏക്കർ സ്വന്തമാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം നമുക്ക് ഇവിടെ തന്നെയുണ്ട്. ഈ സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സ്ഥലത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ കാപ്പി, ഇതൊക്കെ ഈ സ്ഥലത്തിന്റെ ബാക്ക് വശമാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രണ്ട് വശത്താണ് കാപ്പിയെ കണ്ടത്. ഇത് നമ്മൾ കാണാത്ത ഭാഗം ബാക്ക് വശമാണ്. ഇവിടെ കണ്ടില്ലേ കാപ്പി, എന്താ കാപ്പി അല്ലേ. നമ്മളിങ്ങനെ വന്ന് ലാസ്റ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ പട്ടുനൂൽ പുഴുവിന്റെ ഷെഡൊക്കെ ഉള്ളത്. അതിന്റെ അടുത്താണ് നമ്മളുള്ളത്. ഇതിന്റെ ഉള്ളിലൊക്കെ പട്ടുനൂൽ പുഴു കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് വീഡിയോയിൽ ഇങ്ങനെ കാണാം. അതിന്റെ തീറ്റയൊക്കെയാണ് ഇത് ഉള്ളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ മൽബറി കൃഷി ചെയ്യുന്നത് ഈ പട്ടുനൂൽ പുഴുവിനുള്ള തീറ്റയാണ്. അതൊക്കെയാണ് ഈ ഷെഡിന്റെ ഉള്ളിൽ നിങ്ങളിങ്ങനെ കാണുന്നത്. ഷെഡിന്റെ ഉള്ളിലെ വർക്കൊക്കെ കണ്ടില്ലേ, എല്ലാം നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പൈസ മുടക്കിലാണ് ഈ ഷെഡൊക്കെ പണിതിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വരുമാനമാണ് ലഭിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ കിടപ്പ് വശം. അപ്പോൾ ഈ 7 ഏക്കർ സ്ഥലം ഒന്നിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പകുതി സ്ഥലം, ഒരു 4 ഏക്കറോ 5 ഏക്കറൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇതുപോലത്തെ സ്ഥലങ്ങളോ വീടുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾ നിങ്ങളെ വിൽക്കാനും വാങ്ങാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ബൈ.